ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ അനാവശ്യ പരസ്യങ്ങൾ വന്നിട്ട് നമുക്ക് വല്ലാതെ ശല്യം ചെയ്യാറുണ്ട്. അതിന് നമ്മൾ പല പല പ്രതിവിധികളും നമ്മൾ പല ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ട് ഒരു പരിധി വരെ നമ്മളത് തടയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ വഴി നമുക്ക് അനാവശ്യ പരസ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. പ്രത്യേകിച്ച് നമുക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് ജിമെയിലിലേക്ക് വരാറുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ വരാറുണ്ട്, എന്ത് തുറക്കുമ്പോൾ നമുക്ക് വരാറുണ്ട്. അപ്പം അതുപോലുള്ള ഒരു സെറ്റിംഗ്സ് നമ്മുടെ പ്ലേ സ്റ്റോറിനുള്ളിലുണ്ട്, പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഉടൻ അവിടെ ഒന്ന് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് ഇമെയിലിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് പരസ്യങ്ങൾ വരിക എന്നുള്ളത്. അതിന് നമ്മൾ പല ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പല സെറ്റിംഗ്സുകളും ചെയ്തിട്ട് നമുക്ക് ഒരു പരിധി വരെ, ചില ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്, ചില ആളുകൾക്ക് ഒരു പരിധി വരെ തടയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം, നമ്മൾ ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയിൽ, ഫേസ്ബുക്ക് എന്ത് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്ക് പരസ്യം വരുന്നൊരു പ്രശ്നം നമുക്ക് വല്ലാതെ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു പ്രശ്നം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്ലേ സ്റ്റോർ വഴി തന്നെ നമുക്ക് പരസ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് തടയാനുള്ള ഒരു മാർഗ്ഗം ഞാൻ ഇവിടെ കാണിച്ചു തരാം. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ നോക്കുക, നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈല് പിക്ചർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ പ്രൊഫൈൽ പിക്ചർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് മെയിൽ ഐ ഡി ആണ് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഏത് മെയിൽ ഐ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ മെയിൽ ഐ ഡി തന്നെയാണോ വന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജനറൽ അക്കൗണ്ട് പ്രിഫറൻസ് നോട്ടിഫിക്കേഷൻ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ആ ജനറലിൽ ഒന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ജനറലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ട താഴെയായിട്ട് കാണാം അക്കൗണ്ട് ആൻഡ് പ്രിഫറൻസസ്, അക്കൗണ്ട് കൺട്രി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ടൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇമെയിൽ പ്രിഫറൻസസ്, അതായത് അക്കൗണ്ട് ആൻഡ് ഡിവൈസസ് പറയുന്ന ഓപ്ഷനിലാണ് ഇവിടെ നമുക്ക് ഇമെയിൽ പ്രിഫറൻസസ് ഇവിടെ കണ്ടില്ലേ, ഇമെയിൽസ് ഫ്രം ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇമെയില് നമ്മുടെ ഫോണിലേക്ക് ഗൂഗിൾ പ്ലേ വഴി നമ്മുടെ ഇമെയിലുകള്, പരസ്യങ്ങള്, അതുപോലെ തന്നെ ഓഫേഴ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ വഴി നമുക്ക് പരസ്യങ്ങൾ വരുന്ന, ഓഫറുകൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് മനസ്സിലാക്കി ചെയ്യുക. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴെ വന്ന അവിടെ കണ്ടില്ലേ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മള് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്തിട്ടുണ്ടോ, ആ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പരസ്യങ്ങളായിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ നമുക്ക് ഹിസ്റ്ററിയും കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ താഴെ പോയിട്ട് ക്ലിയർ ഹിസ്റ്ററിയും കൂടി കൊടുക്കുക. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ